السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിന്റെ മുഴുവൻ ദിനങ്ങളെയും ധന്യമാക്കിക്കൊണ്ട് ആ പരിശുദ്ധമായ റമദാനിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് നാം ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദ്യമായ ഈദ് ആശംസകൾ നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു മാസക്കാലം അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അല്ലാഹുക്ക് മനസ്സും പ്രവർത്തനങ്ങളുമെല്ലാം കീഴൊതുക്കിക്കൊണ്ട് ജീവിച്ച നമ്മൾ പരിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും പരമപ്രധാനപ്പെട്ട ലക്ഷ്യമായ തഖ്വ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, തഖ്വയുള്ളവരിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുക. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളെ സ്വീകരിക്കുന്നത്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മാന്യന്മാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ള ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 30 ദിവസത്തിലെ ഈ ദിവസത്തിലെ നോമ്പുകളെല്ലാം നമ്മെ മാറ്റിയിട്ടുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ സാധ്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നോമ്പുകാരനുള്ള 2 സന്തോഷത്തിലെ ഒന്നാമത്തെ സന്തോഷം നുകർന്നവരാണ് നമ്മൾ. ഒന്നാമത്തെ സന്തോഷം എപ്പോഴാ? നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണെങ്കിൽ, രണ്ടാമത്തെ സന്തോഷമായി മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അവൻ തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ്. ആ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള സന്തോഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് എന്താണ്? ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. ആ പടച്ച റബ്ബിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചോ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു പോവുകയാണ്. മാത്രമല്ല, ആ പടച്ച റബ്ബിലെ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. തൗഹീദ് അനുസരിച്ചുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ വഴിപ്പെടുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഇതാണ് ഏറ്റവും പരമപ്രധാനപ്പെട്ട് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്.
രണ്ടാമത്തെ കാര്യം നമ്മൾ പ്രിയപ്പെട്ടവരെ അറിയേണ്ടത്, നമ്മൾ ചെയ്ത കർമ്മങ്ങളെ, നമ്മൾ നേടിയെടുത്ത ചൈതന്യങ്ങളെ, നമ്മൾ നേടിയെടുത്ത നമ്മുടെ ഇഖ്ലാസിനെ ഈ ഒരു ദിവസം കൊണ്ട് കളഞ്ഞു കുടിക്കുന്ന ഒരു രീതി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ദിവസം നമ്മുടെ കരങ്ങളിൽ ഒരുപാട് നന്മകളുണ്ട്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതുപോലെ, ദാനധർമ്മങ്ങൾ നടത്തിയതുപോലെ, നിന്ന് നമസ്കരിച്ചതുപോലെ, നോമ്പ് പോലെ, സ്വതക്ക പോലെ, സകാത്ത് പോലെ ഏതൊക്കെ പുണ്യകർമ്മങ്ങളുണ്ടോ ആ പുണ്യകർമ്മങ്ങൾ നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിട്ട് ഇന്നൊരു പെരുന്നാളിന്റെ ദിവസമാണെന്ന പേര് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അമലുകളെ ഇല്ലാതാക്കി കളയുന്ന രൂപം നമുക്കുണ്ടാകാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ രൂപം നമ്മളെ പഠിപ്പിച്ചു, വലാ തകൂനു കല്ലതി നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. മക്കയിലുള്ള ഒരു ഭ്രാന്തി പെണ്ണിന്റെ പോലെ നിങ്ങളാകാൻ പാടില്ല. എന്താണ് ആ പെണ്ണിന്റെ പ്രത്യേകത? അവള് രാവിലെ മുതലതാ ഒരു കയറിനെ അവൾ മടഞ്ഞെടുക്കുകയാണ്, പൂർണ്ണമായി നെയ്തെടുക്കുകയാണ്. അതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ ഒരു അറ്റം മുതൽ പിന്നെ ആ തുടങ്ങി വെച്ചത് മുതൽ അവിടെ മുതൽ അവസാനം വരെ വീണ്ടും അതിനെ അഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതുപോലെ തഖ്വയും ഈമാനും ഇഖ്ലാസും അതുപോലെ തന്നെ ധാർമ്മിക ബോധവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പെരുന്നാളിന്റെ ഒരു ദിവസം കടന്നു വരുമ്പോ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, നിങ്ങൾ തിന്മയിലേക്ക് കടന്നു പോകാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈദിന്റെ ഈ ഒരു സംഗമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ നമ്മൾ വിസ്മരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആ ഒരു രീതികളും കടന്നു പോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ പാവപ്പെട്ട ആളുകൾ ഭീതിയുടെ പ്രയാസത്തിന്റെ അവസ്ഥയിൽ നിലകൊള്ളുമ്പോ, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ പ്രയാസപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ, അവരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മഹത്തായ ആ ഒരു ഹിദായത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിലെത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം കാണിച്ചു തന്നതിനാൽ നിങ്ങൾ ആ റബ്ബിനെ നിങ്ങൾ തക്ബീർ ചെയ്യുക. ആ തക്ബീറിന്റെ ധ്വനികളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ മുഴക്കിയത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് വലിയവനെന്നല്ല, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ള പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നടത്തുന്നത്. ഒരു സ്ഥാനത്തിനോ മാനത്തിനോ തകർക്കാൻ കഴിയാത്ത ആദർശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുന്ന വഹ്ദാനിയത്തിനെ നെഞ്ചിലേറ്റുന്ന ഒരു പ്രകൃതമാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ജാറങ്ങളും മക്ബറുകളും അതുപോലെ തന്നെ മറ്റുള്ള ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലകളിലൂടെ ആളുകൾ സമൂഹത്തെ കൊണ്ടുപോകുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബിന്റെ നിഅമത്തിനെയാണ്, അല്ലാഹു നമുക്ക് നൽകിയ ഹിദായത്തിനെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ആത്മാർത്ഥമായി കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. എന്താ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. നന്മയുടെ ഭാണ്ഡങ്ങൾ ഏറിയിട്ടാണ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ ഈദിന്റെ മുസല്ലയിൽ നമ്മൾ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. ربنا تقبل منا إنك أنت السميع العليم. പടച്ചോനെ, ഇത് നീ സ്വീകരിക്കണമേ അല്ലാഹ്. ഞങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട് റബ്ബേ, നോമ്പ് നോറ്റവരാണ്, സകാത്ത് നിർവഹിച്ചവരാണ്, സ്വതക്ക കൊടുത്തവരാണ്. പക്ഷേ റബ്ബേ, നീ സ്വീകരിക്കണം. ഈ ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എന്നാൽ ഈ വർത്തമാന കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയത്? ഒഴുക്കിലെ ചണ്ടികൾ പോയ പോലെ ആ ദുനിയാവിന്റെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ടത് അവര് നീങ്ങുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരെ വഹ്ന് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്റെ ജീവിതത്തിൽ ആ വഹ്ന് വന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹമാണ്, മരണത്തോടുള്ള വെറുപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ദുനിയാവിനെ അമിതമായി കൊണ്ട് സ്നേഹിക്കുന്ന ഒരു പ്രകൃതമാണോ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിട്ടുള്ളത്? നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടണം. നമ്മുടെ മുൻഗാമികള് എന്തൊരു കർമ്മം ചെയ്താലും പ്രിയപ്പെട്ടവരെ അവരുടെ ഹൃദയം നടുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് കാരണം എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? റബ്ബ് സ്വീകരിക്കുമോ എന്നുള്ള ഭയമാണ്. ഇതെന്റെ റബ്ബ് എന്നിൽ നിന്ന് സ്വീകരിക്കുമോ എന്നുള്ള ഭയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിനം അല്ലാഹുവിന്റെ അനുഗ്രഹമായി കൊണ്ട് നമ്മൾ കണ്ട് ആ പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെ റബ്ബിന് വേണ്ടി കീഴൊതുങ്ങിക്കൊണ്ട് ചെയ്യുന്ന ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതെ, ഇന്ന് പെരുന്നാളിന്റെ ദിവസമാണ്, സന്തോഷിക്കുവാനുള്ള ദിവസമാണ്, ആനന്ദിക്കുവാനുള്ള ദിവസമാണ്. ഈ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് സുന്നത്തുകള് പ്രിയപ്പെട്ടവരെ, ഒന്ന് നമ്മൾ കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈദിലേക്ക് കടന്നു വന്നു. പുതുവസ്ത്രം ധരിച്ചു തക്ബീറിന്റെ ധ്വനികൾ മുഴക്കി നമസ്കാരം കഴിഞ്ഞ് ഖുതുബ ഇങ്ങനെ കേൾക്കുമ്പോ എത്രയോ പാവപ്പെട്ട രോഗികൾ കിടപ്പിലാണ്. പ്രിയപ്പെട്ടവരെ, സന്ദർശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ രോഗിയുടെ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു സുന്നത്ത് എന്തെന്നറിയുമോ? തഖ്ഫീഫുൽ ജുലൂസ്, ആ രോഗിയുടെ അടുത്ത് അധിക നേരം ഇരിക്കാതിരിക്കലും, വഖില്ലത്തു സുഹബ, ശബ്ദം കുറച്ചുകൊണ്ട് ആ രോഗിക്ക് സന്തോഷമുള്ള വാക്കുകൾ നിങ്ങൾ ഉരുവിടുകയും ചെയ്യണേ എന്നാണ്. ഓക്കെ, നിങ്ങള് അതുകൊണ്ട് രോഗികളുടെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയൽവാസികളെ നമ്മൾ പരിഗണിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ അബൂദർ ഇദാ തബഖത മർഖതൻ ഫഅക്സിർ മാഅഹാ, അബൂദറേ, നീ എങ്ങാനും കറി പാകം ചെയ്യുകയാണെങ്കിൽ നിന്റെ കറിയിൽ നീ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിൽ നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കുന്ന നമ്മുടെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സുന്നത്തുകളൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ സുദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും മഹത്തരമായ മറ്റൊരു കാര്യമാണ് സ്വതക്കകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ ഈ ഒരു വിഷയം പ്രത്യേകമായിട്ട് ജനങ്ങൾ ഉണർത്തുമാറുണ്ടായിരുന്നു. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു പ്രത്യേകമായി കളക്ഷൻ എടുക്കുവാൻ ഏൽപ്പിച്ചത് എന്ന് ഹദീസിന്റെ താളുകളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞപ്പോൾ സഹോദരിമാരെ, അവരവരുടെ സ്വഹാബ വനിതകള് അവരവരുടെ സ്വർണ്ണങ്ങള് അവരവരുടെ ആഭരണങ്ങൾ കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. എന്തേ പ്രിയപ്പെട്ടവരെ? പരലോകത്തിനു വേണ്ടി അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഈ മുസല്ലായുടെ ഇരിപ്പിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോ അള്ളാന്റെ മാർഗത്തിൽ നല്ല ഇഖ്ലാസോടുകൂടി പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ദാനധർമ്മം നമ്മൾ നടത്തുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, യുവാക്കളെ, യുവതികളെ സൂചിപ്പിക്കുവാനുള്ളത്, ആത്മാർത്ഥമായി കൊണ്ട് ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കുവാനുള്ളത്, നല്ല പ്രായമാണ്, നല്ല ചൊറുചൊറുക്കുള്ള പ്രായമാണ്. ആരടാ എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്ന് പറയാൻ തന്റെ ഇടമുള്ള പ്രായമാണ്. അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. ഇതാ നമ്മുടെ നാടുകളില് ഇന്ന് പെരുന്നാളിന്റെ സുദിനം എന്ന പേര് പറഞ്ഞുകൊണ്ട് എത്രയോ യുവാക്കള് അധർമ്മികമായി കൊണ്ടുള്ള കാര്യത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. അതെ, തിയേറ്ററുകളിൽ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഓരോരോ പേര് പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ കഥകളും ഉള്ള കഥകളെ ആളുകളുടെ ഹൃദയത്തിലേക്ക് എങ്ങനെയെങ്കിലും കോരിത്തരിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ ജീർണതയിലേക്ക്, തിന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുമ്പോ
മുഅ്മിനേ മുഅ്മിനാത്തുകളെ, നമുക്ക് ബാധ്യതയുണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ. നൈമിഷികമായ ഈ ലോകത്ത് നമ്മൾ ആ തിന്മയുടെ പിടുത്തത്തിൽ പെട്ടുപോയാൽ പ്രിയപ്പെട്ടവരെ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്ന് പറഞ്ഞ ആ പടച്ച റബ്ബിന്റെ വചനത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കാൻ പാടില്ല. അതെ, നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളൊക്കെ കൃത്യമായി കൊണ്ട് ഇസ്ലാമിന്റെ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുക, പാവങ്ങളെ കണ്ടറിയുക. ഇന്ന് നമ്മുടെ തീന്മേശയിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ വിളമ്പുമ്പോ പ്രിയപ്പെട്ടവരെ, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോ നമ്മുടെ ഫലസ്തീനിന്റെ പിഞ്ചോമന മക്കളെ നിങ്ങൾ മറക്കരുത്. ഫലസ്തീനിന്റെ ആ മക്കളെയും അവിടുത്തെ ആളുകളെയും മറന്നുകൊണ്ടുള്ള ഒരു ഈദ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലില്ല. കാരണം എന്തെന്നറിയുമോ, അത്രയേറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ നോമ്പിന്റെ സമയത്ത് പോലും സുരക്ഷിതമായ ഭക്ഷണം കഴിച്ച് നമ്മള് ഈദ്, അതുപോലെ തന്നെ നമ്മൾ പെരുന്നാളും ഈദും നോമ്പുമൊക്കെ ആഘോഷിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, പച്ചില കൊണ്ട് അത് വേവിച്ച് അത് തിളപ്പിച്ച് അത് കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ വാർത്തകൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ആഹാരത്തിന്റെ ഒരു അംശം പോലും വേസ്റ്റ് ചെയ്യുന്ന പ്രകൃതം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വിശിഷ്യ നന്മകളിലൂടെ മാത്രം നമ്മൾ സഞ്ചരിക്കുക. ലോകത്ത് പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. പടച്ച റബ്ബ് ഈ ഈദിനെ ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹുക്ക് വഴിപ്പെട്ടുകൊണ്ട് ആഘോഷിക്കുന്ന ആഘോഷക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതെ, ഇത് സന്തോഷിക്കുവാനുള്ള ആനന്ദിക്കുവാനുള്ള പ്രിയപ്പെട്ടവരെ അവസരമാണ്. പക്ഷേ പരിധികൾ ഒരിക്കലും ലംഘിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥാപനം MHQ നമുക്കൊക്കെ അറിയാം. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ പൊന്നോമന മക്കളെ വളർത്തിയെടുക്കുന്ന ആ മഹനീയമായ സ്ഥാപനത്തിൽ ഇന്ന് ഒരുപാട് ഹാഫിലിങ്ങൾ പഠിച്ചു പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ സ്കൂൾ ഓഫ് ഖുർആനിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള ആളുകള് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് ഇതിന്റെ ഭാരവാഹികളെ നിങ്ങൾ കണ്ട് കൊടുക്കുക. മദ്രസയുടെ പ്രാധാന്യം, മദ്രസയുടെ ആ ഒരു വിഷയം നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ആധുനിക മക്കൾ പിഴച്ചു പോകുവാനുള്ള കാരണം അവർക്ക് വീടില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് വസ്ത്രമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് പ്രിയപ്പെട്ടവരെ, ദീനെന്ന് പറയപ്പെടുന്ന ആ പ്രധാനപ്പെട്ട മരുന്നുണ്ടല്ലോ, ആ മെഡിസിൻ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല എങ്കിൽ ദുനിയാവ് നശ്വരമാണ്, നാളെ പരലോകവും നമുക്ക് നശ്വരമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഗൗരവത്തോടുകൂടി ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കുക. അല്ലാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ നമസ്കരിച്ചു പ്രിയപ്പെട്ടവരെ, നമ്മൾ തക്ബീറിന്റെ ധ്വനികൾ മുഴക്കി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ രാത്രി നിന്ന് നമസ്കരിച്ചു നമ്മൾ. അതെ, ഇനി നമുക്കുള്ള ബാധ്യത എന്താണ്? ചെയ്തെടുത്ത നന്മകളെ നിലനിർത്തുക മരണം വരെ. അതെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ പാരായണം ചെയ്യണം. അതെ, മടക്കി വെച്ച പരിശുദ്ധ ഖുർആനിന്റെ താളുകള് ഉയർത്തി പിടിച്ചുകൊണ്ട് പേജ് നമ്പറുകളും സൂറത്തിന്റെ പേരുകളും അതേ ആയത്തിന്റെ നമ്പറുകളും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു മനസ്സ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. അലാറങ്ങൾ വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യണം. രാത്രി നമസ്കാരത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം. പാവപ്പെട്ടവരെ നമ്മൾ പരിഗണിക്കണം. അനാഥകളെ നമ്മൾ ശ്രദ്ധിക്കണം. അതേ, മറ്റുള്ളവരോടുള്ള ബാധ്യതകള് പരിപൂർണമായി കൊണ്ട് നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ അനുഷ്ഠിച്ച് ഞങ്ങളുടെ നോമ്പ് പരിപൂർണമായി നീ സ്വീകരിക്കുമാറാകണേ. വന്നു പോയിട്ടുള്ള ന്യൂനതകളെ, പോരായ്മകളെ അല്ലാഹുവേ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുവേ, നാളെ ഒരു ഭാഗത്ത് സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാക്കുമ്പോൾ മുവഹിദുകളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ നാഥ നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങൾ ഇന്ന് ഈദ് ആഘോഷിച്ചവരാണ്. ഞങ്ങളെപ്പോലെ ഈദ് ആഘോഷിക്കാൻ കഴിയാതെ എത്രയോ സഹോദരി സഹോദരന്മാർ രോഗത്തിന്റെ പിടുത്തത്തിൽ, പ്രയാസത്തിന്റെ പിടുത്തത്തിൽ ഹോസ്പിറ്റലുകളുടെ വരാന്തകളിലൂടെ, സ്ഥാപനങ്ങളിലൂടെ, വീടുകളിലൂടെ അവർ കിടക്കുകയാണ്. നാഥ, ശാന്തിയും സമാധാനവും നൽകി നീ അവർ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഈ ഒരു തഖ്വ ഞങ്ങൾക്ക് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള
അവസരം പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഹി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم انصر إخواننا على فلسطين. اللهم احفظ على فلسطين. اللهم ارحم على فلسطين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.